വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവ് യുവർ ലൈഫ് നന്ദു. ശരിക്കും ഇതാണ് നോ മേക്കപ്പ് ലുക്ക്. അതായത് ഞാൻ ഒരു രീതിയിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ സൺസ്ക്രീന് മാത്രം ഇട്ട് മുടിയൊക്കെ എങ്ങനെയോ കെട്ടി ഏതോ ഒരു ഉടുപ്പെടുത്തിട്ട് ഉറക്കത്തിന് എണീറ്റ് വന്ന പോലെ തന്നെ ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂരോട്ടാണ് പോകുന്നത്. നമ്മുടെ സിയറപ്പിൻ്റെ ഫെലിസിറ്റേഷൻ ഫംഗ്ഷൻ ഉണ്ടെന്ന് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സിയറപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സിയറപ്പിൽ നിന്ന് ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ ഈ ഗുരുവായൂരോട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം മുമ്പേ ഇറങ്ങിയിട്ട് ആദ്യം ഗുരുവായൂർ പോയി അവിടെ ഭഗവാനെയൊക്കെ കണ്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ സിയറപ്പിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിത് 2 വ്ളോഗായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഗുരുവായൂർ പോകുന്നതും പിന്നെ നമ്മൾ അടുത്ത ദിവസം ഇടുന്ന വ്ളോഗ് എന്ന് പറയുന്നത് സിയറപ്പിലോട്ട് പോകുന്നതും ആയിരിക്കും. ഇപ്പോൾ സമയം 6:50 നമ്മൾ ജനശതാബ്ദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് തൃശ്ശൂരോട്ട് പോകാനായിട്ട്. പോകുന്ന ദിവസം ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല സാരിയൊക്കെ എടുത്ത് പൊങ്കാലയ്ക്ക് പോകാനുള്ള ആൾക്കാരായിരുന്നു സ്റ്റേഷൻ ഫുള്ള്. അങ്ങനെ നമ്മൾ ഫൈനലി ട്രെയിനിൽ കയറി. പിന്നെ ട്രെയിനിലും കൂടുതലും ഗുരുവായൂർ പോകാനുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നത്തെ അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നല്ലോണം മനസ്സിലാവും. നല്ല ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഫുൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ ഇഡലിയും കടുക് വറുത്ത ചമ്മന്തിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാനൊരു നീണ്ട ഉറക്കത്തിലായിരുന്നു. ഗൈസ് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പാടൊക്കെ വീണിട്ടുണ്ട്. അങ്ങനെ കുറഞ്ഞ നേരത്തെ ഉറക്കത്തിന് ശേഷം നമ്മളിതാ സ്റ്റേഷനിൽ എത്തി. ഇതായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്ന ട്രെയിൻ. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഗുരുവായൂരിലോട്ട് പോകുന്ന ട്രെയിനിൽ കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോഴത്തേക്കും കഴിക്കാനുള്ള ലേസൊക്കെ ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ച് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ ഗുരുവായൂരോട്ട് പോകുന്ന ട്രെയിനിൽ കയറി. ആ ട്രെയിനകത്ത് ആരും ഇല്ലായിരുന്നു കേട്ടോ. ഭയങ്കര സമാധാനമായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്. കാരണം ട്രെയിൻ വിടാൻ കുറച്ചുകൂടെ സമയമുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്. ഈ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർ ആ വീഡിയോ കണ്ടു നോക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇന്നത്തെ സ്കൈ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് ഈ വീഡിയോയുടെ ഓരോ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. ശരിക്കും നമ്മൾ തൃശ്ശൂരോട്ട് വന്ന ട്രെയിനിൽ എനിക്ക് വ്യൂ ഒന്നും അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം പുറകിലോട്ട് പോകുന്ന സീറ്റായിരുന്നു. അപ്പോൾ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്. ഞാൻ കിടന്നുറങ്ങുമായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ശരിക്കും വ്യൂ ഒക്കെ ആസ്വദിക്കുന്നത്. അങ്ങനെ ഞാൻ ആ ട്രെയിനിൽ ഇരുന്ന് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. പണ്ട് ഇതേപോലെ ഗുരുവായൂർ വന്നപ്പോഴൊക്കെ ഞാൻ കൊച്ചിലെ അപ്പം ആ അച്ഛൻ്റെ ബൈക്കിൽ തന്നെ ഗുരുവായൂർ വരണം എന്നൊക്കെ പറഞ്ഞ് ട്രെയിനിൽ ഇരുന്ന് കരഞ്ഞ കഥകളൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എത്ര വർഷം കഴിഞ്ഞില്ലേ. പിന്നെ നമ്മൾ അടുത്തൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഫൈനലി നമ്മൾ ഗുരുവായൂരെത്തി. ആക്ച്വലി നമ്മൾ അന്ന് ആ സിയറപ്പിൽ നിന്ന് പോകുന്ന ദിവസം ഗുരുവായൂർ വന്നപ്പോഴത്തേക്കും ശരിക്കും ഇത് സക്സസ് ആയതിനു ശേഷം പിന്നെയും ഗുരുവായൂർ വരാൻ പറ്റുന്നു അപ്പോൾ വിചാരിച്ചതല്ല. പക്ഷേ ഇപ്പം അത് പാസ്സായിട്ട് പിന്നെയും ഗുരുവായൂർ വരുമ്പം ഭയങ്കര ഒരു സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ദൂരെ നിന്ന് തന്നെ ആ ഗോപുരം കണ്ടോ. ഗോപുരമൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ, സന്തോഷമാണ്. പിന്നെ വെയിലുണ്ടായിരുന്നു ഗൈസ്. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും നല്ല വെയിലുണ്ടായിരുന്നു. നമ്മൾ എത്തിയ സമയം 1 മണിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഗോപുരം കണ്ടോ, ഗോപുരം കഴിഞ്ഞും കിടക്കുമായിരുന്നു ക്യൂ. അങ്ങ് അറ്റം വരെ, ആ ഗോപുരം വരെ നല്ല ദൂരത്തിലാണ് അമ്പലത്തിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് പിന്നെയും കഴിഞ്ഞ് ക്യൂ കിടക്കുമായിരുന്നു. അപ്പോൾ അത് കണ്ട് കണ്ണുകളിൽ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഈ ഗുരുവായൂർ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഈ നൊസ്റ്റാൾജി ആണല്ലോ ഈ 2 സൈഡിലുള്ള കടകളൊക്കെ. എനിക്ക് നൊസ്റ്റാൾജിയാണ് കേസ്. കാരണം ഞാനിപ്പം ആ ഒരു സിയറപ്പിൽ നിന്ന് വന്ന സമയത്ത് വന്നതല്ലാതെ അതിന് മുമ്പ് ഒരു 10 വർഷം മുമ്പാണ് വന്നത്. അപ്പോൾ അത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു ഈ ഒരു കടകളൊക്കെ. ഈ കടകളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഭയങ്കര ഒരു കളർഫുൾ അല്ലേ 2 സൈഡും. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിത് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നത് ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഈ വഴി നടന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ കാണാം ആ സൈഡിൽ കസേരയൊക്കെ ഇട്ട് ആൾക്കാർ ഇരിക്കുന്നില്ല, അത് ഫുള്ള് ക്യൂ ആണ്. പിന്നെ നമ്മൾ വരുന്ന ദിവസം എന്ന് വെച്ചാൽ അമ്പലത്തിൽ ഉത്സവമായിരുന്നു ഗൈസ്. 4ാമത്തെ ദിവസം. നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതല്ല, ഈ തൃശ്ശൂർ പോകേണ്ടത് കൊണ്ട് വന്നതാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഉത്സവത്തിൻ്റെ സമയത്ത് വരാൻ പറ്റി. ഉത്സവം 4th ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രോഗ്രാംസ് ഒക്കെ കാണാനും പറ്റി. പക്ഷേ എന്നാൽ അമ്പലത്തിൽ വരാൻ പറ്റി. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. ഉത്സവം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് തൊഴുതിട്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പിന്നെ കാണാമല്ലോ. പിന്നെ നമ്മൾ കൊടിമരമൊക്കെ കണ്ടു. ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഉത്സവത്തിന് വരികയും കൊടിമരം കാണുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ മരം, ഇതിപ്പോൾ നമ്മുടെ റീൽസിലും വീഡിയോസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു മരത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ പുറകുവശത്തെത്തി. ഇപ്പോൾ ഇവിടെ നമ്മൾ നടന്ന ഹോട്ടലിലോട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വട്ടം ഗുരുവായൂർ വന്നപ്പോഴത്തേക്ക് ഞാനൊരു കുഞ്ഞ് കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ എനിക്ക് വേറൊരു വിഗ്രഹം വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊരു മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിങ്ങനെ കടകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഹോട്ടലിലെത്തി. നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1 ഡേക്കാണ് ബുക്ക് ചെയ്തത്. പക്ഷേ നമ്മൾ 1 ഡേ ഫുൾ സ്റ്റേ ചെയ്യുന്നില്ല. കാരണം അടുത്ത ദിവസം രാവിലെ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പോകുമല്ലോ. അപ്പം എനിക്ക് ഗുരുവായൂർ ഹോട്ടൽസ് തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. നമ്മൾ എപ്പോഴും വരുമ്പോൾ വേറൊരു ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ച് ബുക്ക് ചെയ്തൊരു ഹോട്ടലാണ്. അപ്പോൾ എനിക്ക് ആ ഹോട്ടലാണ് എൻ്റെ മൈൻഡിൽ. പക്ഷേ എല്ലാ ഹോട്ടൽസിലും ഒരേ ഒരു മണമാണ്. എനിക്ക് ആ മണം വരെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അങ്ങനെ ഇനിയിപ്പം ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അച്ഛൻ ഇനിയിപ്പോൾ കഴിച്ചിട്ടേ കുളിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇന്ന് ഇടാൻ പോകുന്നത്. ഈ ഒരു ഡ്രസ്സ് കുർത്ത ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഞാൻ ഇവിടെ വന്നു, ചെക്ക് ഇൻ ചെയ്തു, ഇപ്പോൾ കുളിച്ചു. ഇനി ഫുഡ് കഴിച്ചിട്ടായിരിക്കും അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് ഞാൻ ഈ മുടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടെ തൽക്കാലത്തേക്ക്. ഇപ്പോഴേ ഒരുങ്ങത്തില്ലായിരിക്കും, എന്നാലും ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഇട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വരാം. ഓക്കെ, ഗെറ്റ് റെഡി വിത്ത് മീ ഇൻ ഗുരുവായൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഇടുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് വീണ്ടും റെഡി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ ആ വെയിലിനെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം സൺസ്ക്രീനൊക്കെ ഇട്ട് മുടിയൊക്കെ എങ്ങനെയൊക്കെയോ കെട്ടി വെച്ചിട്ട് പോകാനായിട്ട് പോവുകയാണ്. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, കുടയൊക്കെ എടുത്ത് ഞാനും അച്ഛനും കൂടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. കാരണം വെയിലാണ്, കിടന്ന് അലയാനൊന്നുള്ള സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒരു ഊണ് ഓർഡർ ചെയ്തു. അപ്പോൾ ഊണിന് നമുക്ക് ചോറ്, സാമ്പാർ, പിന്നെ ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു, അവിയൽ, പപ്പടം, പിന്നെ ക്യാബേജ് തോരൻ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ആ ഇഞ്ചിക്കറി നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ആ ഇഞ്ചിക്കറിയും പപ്പടം ഉള്ളതുകൊണ്ടാണ് ഒരു നോൺ വെജ് പ്രേമിയായിരുന്നിട്ടും എനിക്ക് ആ ഫുഡ് ഫുള്ള് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റിയത്. ആൻഡ് നമ്മൾ ഈ ഒരു ഹോട്ടലിലായിരുന്നു കയറിയിരുന്നത് കേട്ടോ. അതിനുശേഷം ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ ഒരു കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം വാങ്ങിക്കണമെന്ന്. അപ്പോൾ അത് ഞാൻ എന്താ ഈ ഒരു കടയിൽ കണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ഇതോ മയിൽപ്പീലിയൊക്കെ ഉള്ള ആ ഒരു വിഗ്രഹം ഞാൻ വാങ്ങിക്കാൻ പോവാണ്. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. കണ്ണനേ കരിമുകിലംബരനേ മധുരാമൃത മുരളീരവ മഴയുടെ അണയുന്നേ. കണ്ണനേ കരിമുകിലംബരനേ. അങ്ങനെ വിഗ്രഹമൊക്കെ വാങ്ങിച്ച സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. അപ്പോൾ അച്ഛൻ കുളിക്കാൻ പോയി, ഞാനിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ടാബൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ മുടിയും കൂടെ കിട്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഫോൺ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്, കാരണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കിനി വീഡിയോ ഒക്കെ അതിന് ശേഷം വന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ തൊഴുത് കഴിഞ്ഞു. അടിപൊളിയായിട്ട് തൊഴാൻ പറ്റി. ഒരുപാട് തിരക്ക് തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ കയറാനായിട്ട് പോയപ്പോഴത്തേക്ക് അത്രയും തിരക്കില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ ആ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ അകത്ത് കയറിയപ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം ശീവേലി കാണാൻ പറ്റി. ശീവേലിയുടെ ടൈമായിരുന്നു. അപ്പോൾ ശീവേലിയൊക്കെ അവിടെ കുറേ നേരം നിന്ന് കണ്ടു. പിന്നെ ഭഗവാനെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റി. ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. സമാധാനമായിട്ട് നമ്മൾ പോയി തൊഴുതിട്ടൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ ഹാപ്പിനെസ്സിലാണ്. പിന്നെ ഞങ്ങൾ ഫോണിവിടെ വെച്ചിട്ട് പോയതുകൊണ്ട് അത് വലിയ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഫോണൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയാണ് നമ്മൾ ഫോണൊക്കെ എടുത്ത് പോകാൻ പോകുന്നത്. പുറത്തുള്ള സംഭവങ്ങളൊക്കെ കാണാം. അപ്പം ചാച്ച ബൈ ബൈ, നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു. പിന്നെ നേരത്തെ നമുക്ക് ഫോൺ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ വന്ന് ഫോൺ എടുത്തിട്ട് വീണ്ടും അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയത്തെ ആ അമ്പലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മീൻസ് നല്ല ലൈറ്റൊക്കെ ഇട്ട്, ഉത്സവം കൂടെ ആയതുകൊണ്ട് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരുപാട് സ്റ്റേജസിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. രാജീവലോചനൻ എന്റെ കണ്ണൻ, അമ്പാടിപ്പൂനിലാവിന്റെ കണ്ണൻ, മണിമുരളികയൂതി എന്റെ മുന്നിൽ വന്നു നീ, പുൽകി നിന്നു നീ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ എന്ത് സെൻസിലെടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്തായാലും ഞാൻ പറയും. കാരണം അന്ന് ഞാൻ സിയറപ്പിൽ നിന്ന് ഗുരുവായൂർ വന്ന ദിവസം അന്നൊരു അവധി ദിവസമായിരുന്നു. പിന്നെ അതേപോലെ അന്ന് വ്യാഴാഴ്ചയായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റി. ക്യൂ പോലെ നിൽക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പക്ഷേ എന്നിട്ടും കാണാൻ പറ്റി. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്നത്തെ ബസ് മിസ്സായി. അപ്പോൾ ബസ് മിസ്സായിട്ട് ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആൻറ്റി വന്നു.
അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോയിൽ ആൻറ്റിയെ കൂടെ കയറുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആൻറ്റിയും കൂടെ കയറി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞാനൊരു ഫ്രണ്ടും കൂടെ പോയി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് ക്യൂ നിൽക്കേണ്ടത്, അല്ലാതെ ഒന്നും അറിയത്തില്ല. ക്യൂ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അല്ലാതെ കയറി കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണണം ഒന്നും അറിയത്തില്ല. പക്ഷേ ആ ആൻറ്റി ഞങ്ങളെ കൊണ്ടു കിടന്ന് ഫുള്ള് കാണിച്ചു വന്നു. പിന്നെ അതേപോലെ ഫുഡ്, അവിടുത്തെ അന്നദാനം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി. അതേപോലെ ഭഗവാനെ കാണാൻ പറ്റി നല്ലോണം. അങ്ങനെ അവിടെ ഞങ്ങൾക്ക് നമ്മൾ പേരൻസിൻ്റെ കൂടെ ഒക്കെ പോകുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ല രീതിയിൽ കണ്ട് തൊഴുത് തിരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്ത് വരെ ഒരു പ്രശ്നമില്ലാതെ പെട്ടെന്ന് തന്നെ ബസ് കിട്ടി എത്താൻ പറ്റി. ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പക്ഷേ വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഈ ആൻറ്റിയെ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഒരുമാതിരി ഞെട്ടിപ്പോയി. കാരണം ആരാണെങ്കിലും ഞെട്ടിപ്പോവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ആൻറ്റിയെ തിരക്കി അവിടെ ഫുള്ള് നടന്നു. അവസാനം പോകുന്നതിന് തൊട്ട് മുമ്പ് ആൻറ്റിയെ കണ്ടുമുട്ടി. അപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും അത് ഭഗവാനാണെന്ന് തന്നെ വിചാരിച്ചു. ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഭഗവാൻ അയച്ച ഒരാളായിട്ട് തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് ബസ് മിസ്സാവുക, പിന്നെ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നല്ലോണം കാണാൻ പറ്റുമൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടായിരുന്നു അന്ന് ഫീൽ ചെയ്തിരുന്നത്. കാണാൻ പറ്റി. ഞങ്ങൾ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലൂടെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെയും നമുക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ഫോണും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കയറി തൊഴുതിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം കുറേ നേരമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുവാണല്ലോ. അപ്പോൾ അവിടെ കണ്ടൊരു കടയിൽ കയറി നല്ല മസാല ദോശ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്, ഉഴുന്നുവടയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല വിശപ്പിൽ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ഹോട്ടലിലോട്ട് നടക്കുകയാണ്. ശരിക്കും ഈ ഗുരുവായൂരിലെ വഴിയിലൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ് ഗൈസ്. കാരണം നല്ല മുല്ലപ്പൂവിൻ്റെയും പല പല പൂക്കളുടെയൊക്കെ മണം, ചന്ദനത്തിരയുടെ മണമൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഡിവൈൻ ഫീലാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ചെത്തി. ഉറങ്ങാനായിട്ട് പോവുകയാണ് എന്ന് പറയാം, പക്ഷെ ഉറങ്ങാനായിട്ട് പോവില്ല. എനിക്ക് ഇനി കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനും കുറേതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഗുരുവായൂരിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ആത്മാർത്ഥത കണ്ടോ ഗൈസ്? അയ്യോ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് എനിക്കിനി കുറേ കാര്യങ്ങൾ, സ്റ്റോറേജൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് കുറേ കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡേ ഗുരുവായൂരിൽ അടിപൊളിയായിരുന്നു. നമുക്ക് ഒരുപാട് നല്ലോണം കാണാനൊക്കെ പറ്റി. പിന്നെ ഉത്സവത്തിനിടെയായിട്ട് നമ്മളിപ്പം കുറച്ചുകൂടെ മുമ്പേ ഒരു വട്ടം കൂടെ പോയായിരുന്നു. അപ്പോൾ അപ്പോഴും നമ്മൾ ഈ വിഗ്രഹം മാത്രം എടുത്ത് പുറത്ത് വെച്ചേക്കും, നമ്മുടെ കുഞ്ഞു വിഗ്രഹം. അങ്ങനെ അത് കാണാൻ പറ്റി. അങ്ങനെ കുറേ ഇറ്റ് വാസ് എ ഡേ സ്പെൻഡ് വെൽ. അപ്പം അതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ വന്നിരിക്കും.